നമ്മളങ്ങനെ മണാലിയിലെ ഹോട്ടലിലാണ് ഈ കാണുന്നത്. ഹോട്ടലിൽ വന്ന് അവിടുത്തെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ രസമുണ്ട് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വ്യൂ ഉണ്ട്. അപ്പം രസമുണ്ട്. ഇപ്പം വൈകിട്ട് നല്ല കാലാവസ്ഥ, നല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പും നല്ല എ സിയിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഹോട്ടലും കൊള്ളാൻ രസമുണ്ട്. നിറച്ച് പൂക്കളവും പനീർ റോസിനൊക്കെ നല്ല മണവും നല്ല കളറും ഉണ്ട്. അത് ആ കാലാവസ്ഥയുടെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ടാണത്. നമ്മളിത് വീട്ടിൽ കൊണ്ട് വെച്ചാലും ഇത്രയും ഭംഗിയും അതുപോലെ തന്നെ ഈ മണവും വരത്തില്ല. എല്ലാം നല്ല പനീർ റോസ്. അപ്പം അങ്ങനെ അവിടുത്തെ വൈകിട്ടിങ്ങനെ നമ്മൾ വന്നിട്ട് റൂമിൻ്റെ വെളിയിൽ തലേന്ന് ഉറങ്ങാത്തതിൻ്റെയൊക്കെ ഒരു ടയർഡ്നെസ് എല്ലാവർക്കും ഉണ്ട്. എന്നാലും രസമായിട്ടാണ് അവിടെയൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ എല്ലാവരും കറങ്ങി കിടക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെമ്പോ ട്രാവലർ വിളിച്ചിട്ട് അവിടെ എല്ലാം ചുറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലിട്ട് കയറി. ടെമ്പോ ട്രാവലറല്ല, നമ്മുടെ ഒരു ടാറ്റ സുമോ കൊണ്ടാണ്. ടാറ്റ സുമോ തന്നെ. അതിൽ കയറിയിട്ട് നമ്മൾ നേരെ കറങ്ങാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാണ്. ടാറ്റ സുമോ അവിടെ ആ ഹോട്ടൽ ഇച്ചിരി മേളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നടന്നൊന്നും ഇറങ്ങി വരാക്കത്തില്ല. തിരിച്ച് കയറാനൊക്കെ ഇത്തിരി പാടാണ്. പിള്ളേർ സെറ്റിനൊക്കെ ആണെങ്കിൽ പറ്റും, നമുക്കൊന്നും അത്ര പോരാ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് താഴോട്ടിറങ്ങി വരികയാണ്. താഴോട്ടിറങ്ങി വന്നതിന് ശേഷം ഇടതുവശത്തൂടെ ബിയാസ് നദി ഒഴുകുകയാണ്. രസമുണ്ട് കാണാൻ. നല്ല അന്തരീക്ഷം, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോവിലൊക്കെ സൈഡിൽ കാണാം. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ താഴോട്ട് വരികയാണ്. കാറിലാണ്, ടാറ്റ സുമോയുടെ ട്രാവലറാണ്. അപ്പോൾ അതിങ്ങനെ താഴോട്ട് വന്നതിന് ശേഷം കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ബിയാസ് നദിയുടെ, അപ്പോൾ ഇവിടെ നേരത്തെ വെള്ളപ്പൊക്കവും ഭൂമിയിലൊക്കെ ഉണ്ടായി ഒരുപാട് റോഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ സൈഡിലാണ് റിവർ ഒഴുകാണ്. നിങ്ങൾക്ക് കണ്ട ഇത് ഭയങ്കര ഒഴുക്കാണ് കേട്ടോ. ഇതിൽ ഞങ്ങൾ നിന്ന അന്നേ ദിവസം തന്നെ ഒരു അമ്മയും 2 കുട്ടികളും മരിച്ചുപോയി അതിനകത്ത് ഇറങ്ങിയതൊന്നും. പക്ഷേ ഒട്ടും ആഴം കുറവ്, പക്ഷേ ഭയങ്കര ഫോഴ്സാണ്. അപ്പോൾ നമ്മളവിടെ നേരെ വന്ന് റോറിച്ച് എന്ന് പറഞ്ഞിട്ടൊരു പെയിൻറ്ററും നല്ല കുറേ ഐഡിയാണ്. പുള്ളിയുടെ ഭാര്യ വീട് അത് കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിവിടെ അവരുടെ ഒരു എക്സിബിഷൻ പോലെയും റഷ്യക്കാരാണ്. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ അത് കാണാനായിട്ട് റോറിച്ച് കാണാനായിട്ട് നമ്മളവിടെ അത് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാനായിട്ട് അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ജർമ്മൻ കഫേ ഉണ്ട്. അപ്പോൾ അത് നോക്കിയൊക്കെ വെച്ചിട്ട് അതോടെ ഭാഗത്ത് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ അന്ന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂവിന് നല്ല മണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളെടുത്തത്. ഇവിടെ കയറിയിട്ട് ഇപ്പം അവിടെ പണ്ട് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കൊച്ചായിരുന്നപ്പോൾ അവിടെ വന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, കാണാനുണ്ട്, രസമുണ്ട്. അപ്പം ഈ റോറിച്ചിൻ്റെ അവരുടെ മ്യൂസിയം പോലെയാണ്. അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാനായിട്ട് അവിടെ കയറുകയാണ്. അപ്പം അകത്തോട്ട് കയറി പെയിൻറ്റിങ് എല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ വാങ്ങിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പം അങ്ങനെ ഷോപ്പിങ്ങും ചെയ്യാറില്ല, കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി നോക്കുകയാണ്. നോക്കിയതിന് ശേഷം പിന്നെ മേളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ പലരും എന്നിങ്ങനെ പറ്റി ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്ന അഭിപ്രായങ്ങൾ വാട്ടർ കളർ പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ വന്ന് കുറച്ച് പുതിയ ഐഡിയ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മേളിലോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയ കയറ്റമാണ്. അപ്പോൾ അതിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് സൈഡ് വന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാനൊക്കെ. അപ്പം മേളിലോട്ട് ഇങ്ങനെ കുറച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ ഹിമാലയൻ നേച്ചർ പാർക്ക് എന്നാണ് ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രസമുണ്ട് സംഭവം കാണാനൊക്കെ. അപ്പോൾ അകത്തോട്ട് നിന്ന് ഇടതുവശത്ത് ആ ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് കയറിയാണ്. ടിക്കറ്റ് കൗണ്ടർ കയറിയിട്ട് നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം മേളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അപ്പം നമ്മളും നേരത്തെ പറഞ്ഞാൽ നമ്മളും കസിൻസും എല്ലാം കൂടെ ഉള്ളതാണ്. ഞാനും കസിൻസും എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പം ഇങ്ങനെ ഞങ്ങളവിടെ നിന്ന് നേരെ മേളിലോട്ട്. അപ്പം നല്ല രസമുണ്ട്. ട്രീയുടെ റൂട്ടൊക്കെ ഇങ്ങനെ ചുറ്റി വള്ളി പോലെ കണ്ട് അത് പടന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം കാണാൻ രസമുണ്ട്. നല്ല ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് വെയിലുള്ളപ്പോഴും നമുക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനത്തെ കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ അതിനൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയ വീടാണ്. അപ്പോൾ അന്ന് പണ്ട് കെട്ടിയൊരു ബംഗ്ലാവാണ്. അപ്പോൾ അതിൻ്റെ അതിലോട്ടിങ്ങനെ കയറുകയാണ്. അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പം പലരും ഉണ്ട്, ടൂറിസ്റ്റുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ സീസണാണ് കേട്ടോ. ടൂറിസ്റ്റുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് കാണാം. ഇവിടെ നിന്ന് ഉള്ള പ്രധാന ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വ്യൂ ആണ്. താഴ്വാരം മൊത്തം കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ മേളിലോട്ട് പോകണം. അപ്പം അവരുടെ രണ്ടുപേരുടെയും പ്രതിമകൾ
ഇടതുവശത്ത് വെച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെയും വൈഫിൻ്റെയും. പിന്നെ പുള്ളിയുടെ ഒരു മോൻ കല്യാണം കഴിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരനാണ്, രാധാദേവി എന്ന്. അപ്പോൾ അവരുടെയൊക്കെ ഉണ്ട് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മേളിലോട്ട് അപ്പോൾ ഇവരുടെ ഡേറ്റ് അവരുടെ ഒരു സ്റ്റാച്ചു ആണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. അപ്പം പലരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മേളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ബിൽഡിങ് ഒരു പഴയ ടൈപ്പ് നമ്മുടെ തടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ബിൽഡിങ്ങാണ്. അപ്പോൾ അത് അകത്തോട്ട് കയറുന്നതിന് അനുവാദമില്ല. പക്ഷേ പുറത്തൂടെ ചുറ്റി കണ്ണാടിയുടെ മുമ്പ് പുറത്തൂടെ നമുക്ക് അകമൊക്കെ കാണാം. കാര്യങ്ങളൊക്കെ അവിടെ പഴയ അവരുടെ ഉപയോഗിച്ചിരുന്ന വെസൽസും അവരുടെ ടേബിളും ഫിറ്റിങ്സ്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും അങ്ങനത്തെ എല്ലാം ഉണ്ട് അതിനകത്ത്. രസമുണ്ട് കാണാൻ. അപ്പോൾ അതിലോട്ട് നല്ല കാലാവസ്ഥ, അന്തരീക്ഷവും നന്നായിരിക്കും, നല്ല രസമാണ്, നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന പൂക്കൾക്കൊക്കെ ഉള്ള ഒരു മനോഹരിത രസമാണ്. അപ്പോൾ നമ്മളവിടെ കയറുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങൾ സാധാരണ ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറേ ഇല്ല. പിന്നെ രസമുണ്ട്, നല്ല ഡിഫറൻറ്റൊക്കെയാണ്, കൊള്ളാമെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാറുണ്ട്. അപ്പം നേരെ പിന്നെ അങ്ങോട്ട് നടന്ന് മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ്, ഇപ്പോൾ ഇവിടെ ഭാഷ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇവർ പറയുന്നത് ഹിന്ദി നമുക്ക് എല്ലാവരും മനസ്സിലാവില്ല, അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല. അപ്പം പറഞ്ഞ് എന്തായാലും സംഭവം പിടികിട്ടി. അതായത് മേളിലോട്ട് കിടക്കുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് കിടക്കുമ്പോൾ ശബ്ദമില്ലാതാണ് മേളിലോട്ട് കയറാനെന്ന്. അപ്പോൾ എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ വളരെ ശബ്ദം ഉണ്ടാക്കാതെ മേളിലോട്ട് തടി കൊണ്ടുണ്ടാക്കിയ സ്റ്റെയർസിൽ മേളിലോട്ട് കയറുകയാണ്. മേളിലോട്ട് കയറിയിട്ട് അപ്പോൾ അവിടെ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് കാണാനാണ് ശരിക്കും നമ്മൾ മേളിലോട്ട് പോകുന്നത്. അപ്പം നേരെ മേളിലോട്ട് പോയി. മേളിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തടി ഇങ്ങനെ ചെറുതായിട്ട് ഇളകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ചുറ്റും നല്ല അന്തരീക്ഷം, നല്ലൊരു വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, വളരെ പഴക്കമുള്ള മരങ്ങളും. കൺസ്ട്രക്ഷൻസൊക്കെ ഉണ്ടോ, അത് ചൂടിനും തണുപ്പിനും താങ്ങാൻ പറ്റുന്ന ടൈപ്പ് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻസാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളിതിപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ പോയപ്പോൾ ഇതുപോലത്തെ കൺസ്ട്രക്ഷനൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കുറച്ചുകൂടെ പക്ഷേ യൂറോപ്യൻ സ്റ്റൈലിലാണ്, റഷ്യൻ സ്റ്റൈലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതോടെ നടക്കുകയാണ്. താഴെ തടി കൊണ്ടുള്ള പ്ലേറ്റാണ്. അപ്പോൾ എന്താണ് സ്പീഡ് ചെയ്യണമെന്നാൽ ഉച്ചത്തിൽ ശബ്ദം കേൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും നമ്മൾ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം കാണാം, ജനലിനകത്തൂടെ നമുക്കിപ്പം നോക്കുമ്പം അതിനകത്തിരിക്കുന്ന സാധനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കാണാം. പഴയ ഒരു കാലത്ത് ഇപ്പം നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാവും. ഇതിപ്പം ആ ട്രീയിൽ കാകൾ കാണുന്ന നല്ല രസമുണ്ടത്. അതിങ്ങനെ പൂത്ത് നിൽക്കുന്ന പോലെയാണ് കാകൾ ശരിക്കും കാണുന്നുണ്ട് പൈൻ ട്രീയിൽ. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ആ താഴ്വാരം നന്നായിട്ട് ബിയാസ് നദിയാണ് ആ ഒഴുകുന്നത്. അപ്പം നന്നായിട്ട് കാണാൻ പറ്റും. അത് രസമാണ്, അതിൻ്റെ രസമാണ്, അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിങ്ങനെ അതൊക്കെ നമ്മൾ എൻജോയ്, നല്ല ഗാർഡനൊക്കെ ഇത് നല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചാർജൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ അത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിക്കും പേര് കാണാനും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബിയാസ് നദിക്കരയിലുള്ള ഈ ഒരു നദിക്കരയല്ല, ഇച്ചിരി മേളിലുള്ള ഒരു കൊട്ടാരമാണിത്. അപ്പം റോറിച്ചെന്നും പുള്ളിയുടെ വൈഫ് ഇവിടെ വന്ന് സെറ്റിലായി. ഇവിടെ പുള്ളി കുറേ ഫിലോസഫിയും കുറേ ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് ഇതുണ്ട്. പുള്ളിയുടെ റൂം, അതിനകത്തുള്ള റൂമാണ്, നമ്മൾ ഗ്ലാസ്സിന് വെളിയിൽ കൂടെ എടുക്കുന്നതാണ്. അപ്പോൾ അകത്തുള്ള ഇരുട്ടാണ് കാണാൻ. അപ്പം ഇതൊക്കെ ഇതിൽ കൂടെ കാണുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. പഴയ ടൈപ്പ് ഫർണിച്ചേഴ്സും അതിൻ്റെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ അവർ നന്നായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. തറയിലൊക്കെ ഫുൾ കാർപ്പറ്റ് ഇട്ടിരിക്കുകയാണ്. പഴയ ടൈപ്പ് വിളക്കുകളും അങ്ങനത്തെ എല്ലാം വെച്ചിട്ടുണ്ട്. പുള്ളി നല്ല പെയിൻറ്റർ ആയതുകൊണ്ട് പുള്ളിയുടെ പെയിൻറ്റിങ്സ് തന്നെയാണ് ആയിരിക്കുന്നത്. അത്രയും നല്ല ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡൈനിങ് ടേബിളും കസേരകളും ചെയർസും എല്ലാം കാണാൻ പറ്റും. പിന്നെ പുള്ളി കുറേ സ്പെഷ്യൽ റോക്കുകളൊക്കെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റോക്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആ റോക്കാണ് കാണുന്നത്. പിന്നെ പല പഴയ ഇതുപോലെ ചെറിയ വിഗ്രഹങ്ങൾ പോലത്തെ സാധനങ്ങളും അങ്ങനത്തെ യൂട്ടൻസിൽസൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ കാണാൻ രസമുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് നോക്കുമ്പോൾ അത് കണ്ടാൽ പിന്നെ പണ്ട് ഇവിടെ തീ ഇങ്ങനെ കത്തിച്ച് ചൂട് കൂട്ടുന്ന ആ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ അന്ന് ഞാൻ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ ട്രസ്റ്റ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. പുള്ളിയുടെ മകൻ്റെ മക്കളൊക്കെ അങ്ങനെ കണ്ടാണ് അവരൊക്കെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ കുറച്ച് സ്റ്റോണുകളൊക്കെ അവിടെ കിട്ടിയ സ്റ്റോൺസ് എല്ലാം എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. ആ ഒരു നമ്മുടെ കോഡ്സിൻ്റെ ക്രിസ്റ്റൽ പോലത്തെ ഒരു വലിയൊരു കല്ലവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അതുവഴി ഇങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. നടന്നിട്ട്
രസമുണ്ട്. ഞങ്ങൾ ഈ കാലാവസ്ഥ എൻജോയ് ചെയ്യാനും രസമുള്ള സാധനങ്ങൾ കാണാനൊക്കെയാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും അങ്ങനെയൊന്നും ഞങ്ങൾ കൂടുതൽ പോകാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലോട്ട് പോകുമ്പോൾ എല്ലാം എക്സിബിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഓരോന്നോരോ നോക്കണം എന്താണ് ഈ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ആരാണ് പുള്ളിക്കാരൻ എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് റോറിച്ചിനെ പറ്റി. അപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചിലെ വന്നിട്ടുണ്ട്, അവർ അല്ല ജവഹർലാൽ നെഹ്റു, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അവർ പരിചയമാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ്. ഇപ്പം പുള്ളി വല്ല ഫിലോസഫർ പോലെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇപ്പോൾ ഈ നെരിപ്പോട് പോലെയൊക്കെ ഉള്ളതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതൊക്കെ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേളിലെ ഇതിൻ്റെ ടോട്ടലുള്ളൊരു വീടിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, രസമുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും വെളിയിലോട്ട് നോക്കുമ്പോൾ വ്യൂ ഭയങ്കര രസമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നല്ല ഗാർഡൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ക്ലൈമറ്റിൻ്റെയൊക്കെ പ്രത്യേകതകളാണ് കേട്ടോ. സിറ്റിയിലോട്ട് വരുമ്പോഴൊക്കെ ഈ പൊടിയും ചൂടും എല്ലാം കൂടുതലാണ്. അതൊക്കെ ഇപ്പോഴും ഒരുപാട് കാറുകൾ കയറി പോകുന്നതുകൊണ്ടും AC-യുടെ ഔട്ട്ലെറ്റും മറ്റെല്ലാം ഭയങ്കര ഓവറായിട്ട് ക്രൗഡഡായിട്ട് വലിയ ഇതെല്ലാം കൊടുത്തിരിക്കുന്നു. വീടുകളും കൺസ്ട്രക്ഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കണ്ട ചിരിയുണ്ട്, പഴയ ചായ വെച്ചിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് വെളിയെടുക്കാനുള്ള ടൈപ്പ് ജാറ് പോലത്തെ, അതിന് പിന്നെ ഒന്ന് ചെറിയ പാവക്കുട്ടി പോലത്തെ അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ രസമുണ്ട്, എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം തന്നെ. നല്ല കറങ്ങി നടക്കുന്ന കാണാനൊക്കെ നല്ല രസം. ഓരോരോ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കട്ടിലുകൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇതിനകത്തോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ജനലിൽ കൂടെ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അവരുടെ റൂംസും കാര്യങ്ങളും പഴയ സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ മനസ്സിലാവും. ഇപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷേ പുതുക്കി വേറെ കുറച്ചുകൂടെ സ്റ്റൈലൊക്കെ മാറ്റി ആൾക്കാർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു സൈഡിൽ നിന്ന് കറങ്ങി മറ്റേ സൈഡ് വരെ വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ കറങ്ങി വരികയാണ്. വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചിനി ഇറങ്ങാനായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഇപ്പോൾ താഴെ കാണാൻ്റെ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണമല്ലോ. അപ്പോൾ അവിടെ പുള്ളി വരച്ച ഫോട്ടോസ് വേറെയും വെച്ചിട്ടുണ്ട്, ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് എടുത്ത് പിന്നെയാണ് കണ്ട റെഡി എടുത്തുവിടാന്ന് പറയാം. പിന്നെയാണ് ചോദിച്ചു. അപ്പം അങ്ങനെ അപ്പോൾ ഇത് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. താഴെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. വാട്ടർ കളർ അവിടെ കാണുന്ന ഈ മൗണ്ടൻസൊക്കെ തന്നെ പുള്ളിയുടേതായ സ്റ്റൈലിൽ അങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. നിക്കോളാസ് റോറിച്ച് എന്നാണ് കേട്ടോ, മാസ്റ്റർ ഓഫ് മൗണ്ടൻസ് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് അതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടൊക്കെ ഉണ്ട് പുള്ളി. മലകളെ പറ്റിയും മലയുടെ പ്രത്യേകതകളെ പറ്റി അങ്ങനത്തെ കുറേ ഉണ്ട്, അതെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ. പുള്ളിക്ക് ഒരുപാട് ബുക്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമായ പേരുകളോടുകൂടിയുള്ള ബുക്കുകളൊക്കെയാണ്. അത് ബുക്കും കുറേ സെയിൽസിനും ഒക്കെ ഉണ്ട് താഴെ, അതിൻ്റെ കോപ്പികൾ. ഒറിജിനലെല്ലാം എഴുതിയല്ല, കോപ്പികൾ സെയിൽസിനുണ്ട്. അപ്പം ഇങ്ങനെ ഓരോരോ ഫോട്ടോസൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. അപ്പം ഇതെല്ലാം മലകളെ പറ്റി ആയതുകൊണ്ട് മലകളാണ് വരച്ച് വെച്ചിങ്ങനെ ഭയങ്കര ഒരു പ്രത്യേകത തോന്നുന്നില്ല നമുക്ക്. കാരണം ഫോട്ടോഗ്രാഫിയുടെ അപ്പോൾ അവിടെ എന്നിട്ട് താഴോട്ട് വന്നപ്പോൾ പുള്ളി ഉപയോഗിച്ചിരുന്ന കാർ അവിടെ ഇട്ടിട്ടുണ്ട്. പഴയ അത് എഴുതിയിരിക്കുന്ന റോൾസ് റോയ്സ് എന്നാണ്, പക്ഷേ അതിൻ്റെ ആ എംബ്ലം റോൾസ് റോയ്സിൻ്റെ അല്ല, വേറെ ഏതോ വണ്ടി, പഞ്ചാബ് 1333 PBN കണ്ടില്ലേ, രസമുണ്ട് കാണാം. വലിയ വണ്ടിയാട്ടോ ഇത്, കൈവച്ച് ഇങ്ങനെ കറക്കി സ്റ്റാർട്ടാക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതിങ്ങനെ അതിനകത്ത് സൂക്ഷിച്ചവർ വെച്ചിട്ടുണ്ട്. എൻ്റെ എംബ്ലം ഞാൻ അത് ക്ലോസപ്പ് എടുത്തതാണ്. വലിയ എന്തോന്നും അസോസിയേഷനിൽ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡോഡ്ജ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഡോഡ്ജാണ് സാധനം. ഇനി ഡോഡ്ജിൻ്റെ പേര് പിന്നെ മാറ്റിയിട്ട് റോൾസ് റോയ്സ് എന്നാക്കിയാണോ എന്തോ എനിക്കറിഞ്ഞൂടാ, അതേ വേറെ കമ്പനിയാണോ എന്തോ. അതിന് ഒരു ക്ലോസപ്പ് രസമുണ്ട് കാണാൻ. പച്ച കളർ, നല്ല ഡാർക്ക് പച്ച, മറ്റേ കിളിപ്പച്ചയുടെ ഡാർക്ക് പച്ച അടിച്ചിരിക്കുന്നത്, രസമുണ്ട് കാണാൻ. വലിയ കണ്ടിയുണ്ട്. ഫ്രണ്ട് സ്റ്റാർട്ടാക്കുന്ന ഹാൻഡിലൊക്കെ ഉണ്ട്, അത് പിടിച്ച് പണ്ടൊക്കെ ഇറങ്ങി എന്ത് കഷ്ടപ്പാടെന്ന് ആലോചിച്ചോളും സെൽഫ് സ്റ്റാർട്ടൊക്കെ പറഞ്ഞതിന് മുമ്പേ. വീലൊക്കെ കണ്ടു, അലോയ് വീൽ പോലത്തെ. ഇപ്പോഴത്തെ അലോയ് വീൽ പോലെ തന്നെ, പക്ഷേ അലോയ് ഒന്നുമില്ല, താഴെ ഡയറക്റ്റായിട്ട് ഓടുന്നത് തന്നെയാണ്. പോപ്പോ എന്ന് ഹോണിന് വരെ കണ്ടു, പോപ്പോ ഒക്കെ വെച്ചിരിക്കുന്നത് സൈഡിലിങ്ങനെ പിതുക്കിയിട്ട് നമ്മളിങ്ങനെ അടിക്കാതെ. പണ്ട് ബസ്സിൻ്റെ സൈഡിലൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ പിള്ളേർ ഇതൊന്നും അറിഞ്ഞുപോലും കൂടെ എന്തൊക്കെയാണ്. വലിയ വണ്ടിയാണ് കേട്ടോ സാധനം. മേളിലിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലെതർ വെച്ചിട്ടുള്ള ആ സംഭവമൊക്കെയാണ്, രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ കണ്ട് അത് കണ്ട് പറ്റി. ഞാൻ വണ്ടിക്ക് ക്രൈസുള്ള ആളാണ്. അപ്പം അങ്ങനെ അവിടെ തന്നെ പിന്നെ ഈ പുള്ളി പോയ വഴികൾ, അവിടെ വന്ന ആൾക്കാർക്ക് മീറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒറിജിനൽ ഫോട്ടോസാണ്. എന്നിട്ട് നേരെ അവിടെ നമ്മൾ താഴോട്ടിറങ്ങി വരികയാണ്. വന്നിട്ട് അപ്പം ഇനി എന്തെങ്കിലും താഴെ വന്നപ്പോൾ 2 മണിയായി.
അപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം സായിപ്പും മദാമ്മമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് കോവിലിൻ്റെ അതുപോലെ കുറച്ച് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു നോക്കുമ്പോൾ താഴോട്ട് പിന്നെയും സ്ഥലമുണ്ട്. പിന്നെ ഞാനങ്ങോട്ട് കടന്നില്ല. അവിടെ നിന്ന് താഴോട്ട് കുറച്ച് ഇറങ്ങാറുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ മുകളിൽ നിന്നിട്ട് വൈഫ് പോയി അവിടെ താഴോട്ട് നടന്നു പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നു. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഫ്രണ്ട് വ്യൂ ആണ്, നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ വ്യൂ ആണ്. ഇപ്പോഴും ഇതുപോലെ ആൾക്കാരൊക്കെ വയ്ക്കും കേട്ടോ, പുതിയ മോഡലിൽ ഇങ്ങനെ തന്നെ വയ്ക്കും ഈ മോഡൽ. അപ്പോൾ അവിടെ നിന്ന് ഒന്നുകൂടെ ആ താഴ്വാരം കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ആ രസം കണ്ടോ, അത് നല്ല വ്യൂ ആട്ടോ. ഇവിടെയൊക്കെ ആലോചിച്ചു, അന്നത്തെ കാലത്ത് ഇവിടെയൊക്കെ വന്ന് ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യണം. ഇവരുടെയൊക്കെ ആ ഒരു അന്നത്തെ ഉള്ളൊരു കഴിവ് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ചുകൂടെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ വേറെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേളിലോട്ട് കയറാൻ കുറച്ച് ദൂരം നടന്നു. അപ്പോൾ ചെറിയൊരു മഴ ചാറ്റലുണ്ട് വൈകിട്ട്. അതൊരു നല്ല കാലാവസ്ഥയായിരുന്നു. മഴ ഇവിടെയൊക്കെ പെയ്താൽ ഉടൻ നിൽക്കും കേട്ടോ, ഇച്ചിരി വരെ കാണത്തുള്ളൂ. ഇടി മിന്നൽ ചെറുതായിട്ട് കണ്ടിട്ട് പിന്നെ അങ്ങ് നിന്ന്. അപ്പോൾ ഇടി മിന്നൽ മഴ കണ്ടോ, ചാർന്ന് കാണാം, തുള്ളിയായിട്ട് മഴ ഇങ്ങനെ വീഴുന്നുണ്ട്, രസമുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ ആ മഴത്തുള്ളിയൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ച് മഞ്ഞായിരിക്കുന്നു, മഞ്ഞല്ല, മഴ തന്നെയാണ്. മഞ്ഞ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ അവിടെ റോക്ക്താൻ ബേഴ്സിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും കൂൾ ക്ലൈമറ്റ് ആണെന്നേ ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ ചൂടുണ്ട് കേട്ടോ, പക്ഷെ ചൂടിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തണുപ്പുണ്ട്. അങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ജർമ്മൻ കഫേ എന്ന് പറഞ്ഞാൽ അവിടോട്ട് കയറിയിട്ട് ഇത് നേരെ നമ്മൾ നേരെ അവിടെ വന്നതിന് ശേഷം അടുത്തൊരു ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഒരു കടയിലോട്ട് കയറി. അപ്പോൾ അവിടെ ഒരു കാശ്മീരി ഒരാളുണ്ട്, പുള്ളിക്കാരനെ പരിചയപ്പെട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, രസമുണ്ട്. അപ്പോൾ പുള്ളി ഓരോരോ നല്ല ഏലക്ക, രസമുണ്ട്, ഏലക്ക ഭയങ്കര മണമുള്ള നല്ല രസമുണ്ട്. പുള്ളി പറഞ്ഞ് വലിയ സൈസുള്ള ഏലക്കയാണ് അതിനത്ര മണം, അത് സ്പെഷ്യലായിട്ട് വരുന്നത്. ഇതെല്ലാം കാശ്മീരി പ്രോഡക്റ്റ്സാണ് കേട്ടോ, കാശ്മീരി സാധനങ്ങളാണ് കിട്ടുന്നത്. അതൊരു ജാമ് അങ്ങനെ സാധനങ്ങൾ. പിന്നെ പുള്ളി നമുക്ക് ബ്ലൂബെറിയുടെ ഡ്രൈഡ് ബ്ലൂബെറി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആപ്പിളിൽ തന്നെയുള്ള ചിപ്സ് ഉണ്ട്, അതും കൊള്ളാം. അതിങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പാണ്, അതിൻ്റെ രസമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സാമ്പിളൊക്കെ അവിടെ തിന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി നമുക്കൊരു 2 സാധനങ്ങളൊക്കെ പറ്റി പരിചയപ്പെടുത്തുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഒരു റെസ്റ്റ് എടുക്കാൻ കൂടെയാണ് ഇതിനകത്ത് കറങ്ങിയത്. നല്ല ചൂടുണ്ട് വെളിയിൽ ഇപ്പോഴും. വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ വെളി വശമൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വെളിയിലോട്ട് വരികയാണ്. അപ്പോൾ ഇത് ഒരു ന്യൂ കാശ്മീർ ഡ്രൈ ഫ്രൂട്ട്സ് എന്നാണ് ഇവരുടെ കടയുടെ പേര്. അപ്പോൾ അതിനകത്തോട്ട് പിന്നെ നമ്മൾ തിരിച്ച് കയറിയതിന് ശേഷം അപ്പം അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ അതെല്ലാം കുറച്ച് നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ കയറി. പക്ഷെ കൊള്ളാം, നല്ല മണമുണ്ട്, നല്ല രസമുള്ളൊരു സാധനം, ഒറിജിനൽ ആണെന്ന് തോന്നുന്നു, അതൊക്കെ കൊള്ളാം. നമുക്ക് ഇവരെല്ലാം പലതും പറയും, പക്ഷെ നമ്മൾ നോക്കി നമുക്കത് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ശിലാജിത്ത് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഇത് വണ്ണം കുറയ്ക്കാനും ബോഡിക്ക് നല്ലതാണ്. ഇത് കംപ്ലീറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ റോക്കിൽ നിന്ന് ഒലിക്കുന്ന നമ്മൾ ലാവ പോലത്തെ സാധനമാണ്. അതിനകത്ത് ഈ മിനറൽസ് കണ്ടൻറ്റ് കൂടുതലുള്ള പോലൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു നുള്ള് വെള്ളത്തിലിട്ട് അലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. തേയ്മാനത്തിനും എല്ലാത്തിനും നല്ലതാണ്. തടി കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും എല്ലാം. മിനറൽസിന് കുറേ ഇതുണ്ട്, നമ്മുടെ ബോൺ നന്നാക്കാനും അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് അപ്പം പുള്ളി പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മണമില്ല, അധികം മണമില്ല, ഒരു മണമില്ല. ചെറിയൊരു പീസ്, ചെറിയൊരു ഉണ്ട പോലെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിട്ടരിക്കണം. ചെറിയൊരു ബ്രൗൺ കളർ വരും. അതിപ്പോൾ സലാജിത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഷിലാജിത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് സ്പെല്ലിങ്ങും തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഡ്രൈഡ് ബ്ലാക്ക്ബെറി അതുപോലെ തന്നെ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അധികം ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തില്ല. ഞാനത് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആഫ്റ്റർ ടേസ്റ്റ് കാണാനില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അതുപോലെ കുങ്കുമവും നമ്മൾ വാങ്ങിച്ചില്ല. ഡ്രൈഡ് ബ്ലാക്ക്ബെറി അതുപോലെ ക്രെയിൻബെറി അങ്ങനെ കുറേ സാധനങ്ങൾ കൊള്ളാൻ രസമുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷിലാജിത്തും കുറച്ച് വാങ്ങിച്ചു ട്രയലിനെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ടേ. അതെന്താണെന്നറിയാം, ഇദ്ദേഹം പുള്ളിക്ക് വെയിറ്റ് ഇത്തിരി കുറയ്ക്കാനും അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് ഹിമാലയൻ, ആ കാണുന്നതാണ് ഹിമാലയൻ നമ്മുടെ ഹിമാലയൻ വെളുത്തുള്ളി. അത് ആ ഉണ്ടായിട്ടാണ് കിടക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക മണമാണ്. ആ ഏലക്കയും ഉണ്ട്. പിന്നെ അതുപോലെ നല്ല ഗ്രീൻ ലീഫ് ടീ ഉണ്ട്, അതും കൊള്ളാം. അതും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നല്ല വിലയുണ്ട് കേട്ടോ ഓരോന്നിനൊക്കെ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ബിയാസ് നദിയുടെ കരയിലോട്ട് അടുത്ത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്.
അപ്പം ബിയാസ് നദിയാണ് ഈ കാണുന്നത്. നല്ല രസമാണ്, ബ്ലൂ കളർ. അവിടെ കണ്ട റാഫ്റ്റിംഗ് നടത്തുന്നു. അപ്പം നമ്മൾ റാഫ്റ്റിങ്ങിനൊന്നും കയറാൻ ഉദ്ദേശിച്ചില്ല, കാരണം ദേഹം മുഴുവൻ വെള്ളവും പിന്നെ പാടുമാണ്. വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റും. പിള്ളേർ സെറ്റിനൊക്കെ ഉള്ളതാണ്. അത് പാറയിലൊക്കെ ഇടിച്ച് പൊങ്ങിയൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് അത് കാണുമ്പം മനസ്സിലാവും. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനും ബിയാസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ നദിയുടെ കരയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് എടുക്കുകയാണ്. നല്ല ബ്ലൂ കളർ. അപ്പം ഇതിങ്ങനെ അരുവി ഉണ്ടായി നമ്മൾ നേരത്തെ കണ്ട മഞ്ഞിങ്ങനെ ഉരുകി പലയിടത്തു നിന്ന് വന്ന് ഒന്നിച്ച് ചേർന്ന് അങ്ങനെയാണ് ഈ നദി ഉണ്ടാകുന്നത്. താഴോട്ട് പോകുന്നതോറും വേറൊരു ഒരു പോർഷനും കൂടെ ചേർന്ന് ഭയങ്കര വലുതായി ഇതിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇവരുണ്ടാക്കുന്നുണ്ട് അവിടെ വെച്ച് തന്നെ. ഭയങ്കര ഫോഴ്സായിട്ടോ ഇതിനകത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡേഞ്ചറാണ്. വളരെ കെയർഫുള്ളായിട്ട് ഇതിനകത്തൊക്കെ ഇറങ്ങാവും. അപ്പം ബിയാസ് നദി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. അഡ്വഞ്ചർ ഉദ്ദേശിക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ആ റാഫ്റ്റിംഗ് നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പടിനീള ഈ മേളിൽ ഹൈഡ്രജനില്ല ഹോട്ട് എയർ ബലൂണുണ്ട്. അത് പക്ഷേ ഇവിടെ കെട്ടിയതേ ഉള്ളൂ, പറന്നു പോകുന്ന ടൈപ്പില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലൊന്നും കയറിയില്ല. അതുപോലെ പാരാഗ്ലൈഡിങ്ങും ഉണ്ട്. പാരാഗ്ലൈഡിങ് ശരിക്കുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ റാഫ്റ്റ് പോകുന്ന കണ്ടറിയാം. നല്ല ഇടിച്ച് പൊങ്ങി അങ്ങനെയൊക്കെയാണ് പോകുന്നത് റാഫ്റ്റ്. കുറേ എല്ലാം പിള്ളേർ സെറ്റുകളാണ്. ഇവിടെ തന്നെ ഈ കരയൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വെള്ളപ്പൊക്കം 1-2 വർഷം വെള്ളപ്പൊക്കം വന്നിട്ട് അവിടെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയെന്ന് ആണ് പറയുന്നത്. ഈ കല്ലും ഇവിടുത്തെ ഈ പാറയും അതുപോലെ അധികം സ്ട്രോങ് അല്ലെന്ന് തോന്നുന്നു. വളരെ മണ്ണ് പോലെയാണ് പാറക്കെട്ടുകൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കരകളിലൂടെ നടന്നുകൊണ്ട്, അപ്പം കൂടെ വന്ന കസിൻ അവിടെ ചെവിയിൽ പുള്ളിയുടെ പേരെഴുതി വെച്ച് ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്ത് ഇതുപോലെയാണ് ആൾക്കാർ പേരെഴുതി വയ്ക്കുന്നതെന്ന്. എന്നിട്ട് തിരിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. എന്തൊരു കൺജഷൻ നോക്കി. ഭയങ്കര ചൂടും പൊടിയൊക്കെയാണ് ഈ ഏരിയ, ഇങ്ങനെ ഈ സിറ്റി ഏരിയയിൽ. ഈ വണ്ടികളുടെ ബാഹുല്യവും ആൾക്കാർ എല്ലാ സ്ഥലത്തും വീടുകളിങ്ങനെ എത്ര ചരിവാണെങ്കിലും തറയിലിങ്ങനെ ഒട്ടും ബേസ്മെൻറ്റില്ല. പേടിയൊന്നും ഇത് കണ്ട. ഇവരെങ്ങനെയാണ് ഈ കെട്ടിടങ്ങൾ വയ്ക്കുന്നത്? തീപ്പെട്ടി കൂടുതൽ അടുക്കി വെച്ച കെട്ടിടങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ഇങ്ങനെ പോകുമ്പോൾ സൈഡിൽ അവിടെ ടെറൈൻ തന്നെ വേറെയാണ്. എല്ലാം അങ്ങനത്തെ കെട്ടിടങ്ങളെല്ലാം വളരെ 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 അടിയൊന്നും ഒട്ടും സ്ട്രോങ് അല്ല. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതെല്ലാം കൂടെ പൊടിഞ്ഞ് താഴെ പോകും. അങ്ങനെയാണ് ഇവരുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തന്നെ. എത്ര കുഞ്ഞു സ്ഥലത്തും 4, 5, 8, 10 നിലയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. ഇതെല്ലാം പലതും ഹോട്ടൽസും റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെയൊക്കെയാണ്. അതാണ് അതിനേക്കാളും വിറ്റ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെയൊന്നും നമുക്ക് അനുവദിച്ച് കിട്ടില്ല എന്തായാലും. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് വേറൊരു സൈറ്റ് ഇവിടെ സന്ദർശിക്കാനുണ്ട്. അപ്പോൾ അതിന് ഹിമാലയൻ നേച്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അത് വേറൊന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, അതൊരു സൂ പോലെയാണ്. ആ സൂവിനകത്തോട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ സൂവിനകത്തോട്ട് കാണാൻ കയറി. അപ്പം കാലാവസ്ഥ കൊള്ളാൻ കുഴപ്പമില്ല, പക്ഷെ ചൂടുണ്ടെന്നാലും കുഴപ്പമില്ല, നടക്കാം. അപ്പോൾ ഞങ്ങൾ സൂവിലോട്ട് കയറി. സൂവിൻ്റെ അകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ ബ്രൗൺ കരടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം താഴെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം നടന്നിട്ട് സൂവിനകത്തോട്ട് കുറച്ച് താഴോട്ട് നടക്കുകയാണ്. നടന്നിട്ട് അപ്പോൾ അവിടെ ഒരു ഇത് നല്ല രസമെന്നുള്ള അന്തരീക്ഷം. അവിടെ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളൊക്കെ പ്രകൃതി എൻജോയ് ചുമ്മാ ഇരിക്കണം. പിന്നെ നമ്മൾ സ്നോ കാണാൻ പോകുന്ന, അതാണ് ഏറ്റവും രസമുള്ള സംഭവം. അപ്പോൾ ഇങ്ങനെ അതുവഴി പതുക്കെ സൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ഓരോരോ മൃഗങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടിയുണ്ട് തിരുവനന്തപുരത്തെ മ്യൂസിയം. ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് മൃഗങ്ങളെ കാണാം. പക്ഷേ ഇവിടെ ആ കാലാവസ്ഥ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് രസമുണ്ട് കറങ്ങി കിടക്കാനും. ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വന്ന് പോകുന്നുണ്ട്. നല്ല നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് പാർക്ക് കാണുകയാണ്. പാർക്ക് കണ്ട് പാർക്കിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2-3 നമുക്ക് ഇവിടുത്തെ ഈ കാലാവസ്ഥയിലുണ്ടല്ലോ, പൂക്കളൊക്കെ നല്ലതാണ്. അതുപോലെ ഈ അങ്ങനത്തെ ഹിമാലയത്തിലൊക്കെ വരുന്നുള്ള കരടി അങ്ങനത്തേലൊക്കെ ഇവിടെ നല്ല ഇഷ്ടപ്പെടും. കാരണം ഇപ്പോൾ അവരുടെ തന്നെ പോലത്തെ ഒരു എൻവയോൺമെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കത് നല്ല ടോളറബിളുമാണ്. അവിടെ നമ്മളങ്ങനെ ഏതാണ്ട് കഴുകൻ കണ്ടോ, നല്ല വലിയ വൈറ്റ് ഈഗിൾ, രസമുണ്ട്. ഭയങ്കര വലുത് വൾച്ചർ. അല്ലാതെ നമ്മളെ കണ്ടിട്ട് വാ തുറന്നൊക്കെ ഇങ്ങനെ കാണിച്ചു, നമ്മളെ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്. 2 പേരുണ്ട്. വലുതാണ്, വളരെ വലുതാണ്ടോ, വളരെ വലിയ സാധനമാണ് ഹിമാലയൻ വൾച്ചർ എന്ന് പറഞ്ഞിട്ട്. രസമുണ്ട് കാണാനത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കുറച്ചുകൂടെ നടന്നിട്ടപ്പോഴത്തേക്കും കാണാം. അപ്പം അവിടെ ഇനി അപ്പോൾ നമുക്ക് താഴോട്ടുണ്ട് നടക്കാനായിട്ടുണ്ട്. ഇതൊക്കെ
ഒരു പരിധി ഒരു പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു എക്സസൈസും കൂടാണ് കേട്ടോ. കരടി അങ്ങനെ ഒരു കടുവ അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അത് കണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെയും താഴോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പൈൻ ട്രീയും നല്ല രസമുണ്ട്. എല്ലായിടത്തും അതങ്ങനത്തെ പൈൻ ട്രീയാണ്, ഒരു ഗ്രീനറിയാണ്. പക്ഷേ ഈ സിറ്റിക്കകത്തോട്ട് വരുമ്പം ഭയങ്കര ബോറാണ് കേട്ടോ. പന്ന റോഡുകളും ഭയങ്കര ഹെവി ട്രാഫിക്കുമാണ്. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജിലൊക്കെ നമ്മൾ എന്നൊരു വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ ബ്രിഡ്ജിലോട്ടിങ്ങനെ കയറി അതുവഴി അപ്പുറത്തോട്ട് കിടന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതുവഴി അപ്പുറത്ത് പോകുമ്പോൾ ഇനി നമുക്ക് ബ്രൗൺ കരടിയെ കാണാൻ പറ്റും. അത് കാണാനാണ് അങ്ങോട്ട് പോകുന്നത്, താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. വലിയ ബ്രൗൺ 2 കരടിയുണ്ട്. പിന്നെ അവിടെ ബ്ലാക്ക് കരടിയുണ്ട്. അതിന് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ട് അത് കയറി സ്ഥലം വിട്ടുകളയും. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്. അപ്പോൾ അത് അതിനെ കാണാൻ. അപ്പം ബ്രൗൺ കരടി ഉണ്ടോ, ഒരു കരടി, വലിയ ബ്രൗൺ കരടി അതങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേ വേറൊരു കരടി അവിടെ താഴെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തോട്ട് പോകാനാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദൂരം എത്തുന്നത്. ശരിക്കും ഭയങ്കര തടിയുണ്ട്. എൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ അതിനെ കാണാനായിട്ട് അവിടെ നിന്ന് കറങ്ങി കിടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് നമ്മൾ പോകുമ്പം ബ്ലാക്ക് കരടിയെ കാണും. അതും രസമുണ്ട്. 2 ബ്ലാക്ക് കരടി, ഒന്ന് താഴെ കിടന്ന് ഉറങ്ങുകയാണ്, ഒന്ന് മെഴുക്കളും ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതല്ല ബ്ലാക്ക് കരടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ലതുപോലെ കാണാൻ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചെന്നിട്ട് ആ സൈഡിൽ നിന്ന് കരടിയെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് നടന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് നമ്മൾ അതിനെ നോക്കിയപ്പം ഈ കരടിയെ കാണാൻ മറ്റേത് കിടന്ന് ഉറങ്ങുന്നത് കാണാം. അതങ്ങനെ അവിടെ സൈലൻ്റായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ അപ്പോൾ അവിടുത്തെ മ്യൂസിയം കാണാനായിട്ട് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്ത് പിന്നെ അവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഏരിയ കേട്ടോ. നല്ല രസമുള്ള നല്ല ക്ലൈമറ്റൊക്കെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വെളിയിലോട്ട് പതുക്കെ ഇറങ്ങി തിരിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ്. താഴോട്ട് വരികയാണ്. അപ്പം ഇത് രാഷ്ട്രപതി ഭവനം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. രാഷ്ട്രപതി ഭവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ വരുമ്പോഴത്തേക്കും. എന്നിട്ട് അവിടെ നമുക്ക് മുട്ട് ചെയ്യുക, അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരാണെങ്കിൽ ബംഗി കയറ്റിക്കൊണ്ടുപോകും. ബംഗിയിൽ നേരെ കയറ്റിക്കൊണ്ടുപോയിട്ട് അവരുടെ ഫ്രണ്ടിൽ ഇറക്കും. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. അന്നും കണ്ട ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡ് അവിടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ തൊട്ട് സൈഡിൽ ഇപ്പോൾ പിസ്സ, അങ്ങനെ തിന്നായിട്ടുള്ളൊരു പിസ്സയും പിന്നെ കോഫിയും ഗുലാബ് ജാമുനും അങ്ങനെയൊക്കെ ഉണ്ട്. വിലയും അധികമൊന്നുമില്ല. ഇതൊക്കെ 260 രൂപ 250 രൂപയേ ഉള്ളൂ. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതവിടെ നിന്ന് കഴിച്ചതിന് ശേഷം അത് കാണാനായിട്ട് രാഷ്ട്രപതി അങ്ങോട്ട് കാണാനായിട്ട് മേളിലോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ചുറ്റും നടന്ന് കൂടെ ഒരു ഗൈഡും വരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനകത്തോട്ട് ക്യാമറ സമ്മതിക്കില്ല കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ 4 ചുറ്റും ബിൽഡിങ് എടുക്കുകയാണ്. അപ്പോൾ എടുത്തിട്ട് അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് കാണാം. അപ്പോൾ നമുക്ക് അത് രസമുള്ള നല്ലൊരു ബിൽഡിങ്, അത് പഴയ ഓൾഡ് സ്റ്റൈലായിട്ടുള്ള ഫ്രണ്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകാൻ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളവിടെ തിരിച്ച് നടന്നിട്ട് നേരെ മുൻവശത്തോട്ട് വന്നത് ഫ്രണ്ട് വശം ഇപ്പോൾ കാണാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വ്യൂ കാണുന്നത്. കണ്ടോ, ഇത് ഏറ്റവും വാലി മൊത്തം നല്ല രീതിയിൽ കാണാം. നല്ല രീതിയിൽ ഗാർഡനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. പൂക്കളൊക്കെ നല്ല മനോഹരമായിരിക്കുന്നു. കാണാനായിട്ട് നന്നായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോയിൻ്റാണിത്. ആൾക്കാരൊക്കെ അവിടെ മൊബൈലകത്തോട്ട് കിടത്തിയിട്ട് അവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അവരൊരു പാസ് തരും. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞ് ഞാൻ താഴോട്ടുള്ള വ്യൂ നോക്കാൻ വേണ്ടി താഴോട്ട് പോകും. അപ്പോൾ അവിടെ താഴോട്ടുള്ള വ്യൂ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. നല്ല ഐഡിയ, നല്ല പൂക്കൾ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പതുക്കെ വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം താഴോട്ട് നടന്ന് വെളിയിലോട്ട് പോകണം. ഇനി അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ചുറ്റിയതിന് ശേഷം ബാക്കി നമ്മൾ സിംലയിൽ കുറച്ച് ദൂരം കറങ്ങാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൽ നിന്ന് അവിടെ നേരെ കാർ പിടിച്ച് അമൃതസറിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസവും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി അനുസരിച്ച് അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ കാണിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ ഈ സമയത്ത്. പക്ഷേ തണുപ്പുമുണ്ട്, മാറി നിന്നാൽ തണുക്കും. തണ്ടത്തോട്ടൊക്കെ മാറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. അപ്പം പൂക്കളുടെ നല്ലൊരു ഗാർഡൻ, നല്ലൊരു സെറ്റപ്പ് ഗാർഡൻ, നല്ല ആ വീടും നല്ലതായിരിക്കും. ബംഗ്ലാവ് കാണാൻ രസമുണ്ട്. ആ ദൂരെ കാണുന്ന
ചെടി ദൂരെ നിന്ന് കാണുമ്പോൾ ആ കളറാണ്, അതിൻ്റെ അടുത്ത് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് അത് പച്ച കളറായിട്ട് മാറും. വളരെ പഴക്കമുള്ളതാണ്, നല്ല രസമുള്ളൊരു സംഭവമാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ റൈറ്റ് സൈഡിൽ ഏകദേശം ഒരു റെഡിഷ് ബ്ലാക്കിഷ് കളറാണ്, പക്ഷേ അടുത്ത് വരുമ്പോൾ അത് അതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പച്ച നിറമാണ്. കളർ ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ അത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ താഴോട്ട് വന്ന് ഇനി ഇനി നേരെ അവിടെ നമ്മൾ ഹോട്ടലിലോട്ട് പോയതിന് ശേഷം അടുത്ത ദിവസം രാവിലെയാണ് ഇനി അടുത്ത പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത് താഴോട്ട് നോക്കുന്ന വ്യൂ ആ ഗാർഡൻ്റെ തന്നെ വ്യൂ ആണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു ഫോൺ കോൾ വന്നതിൻ്റെ ഡിസ്റ്റർബൻസാണ്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് അതിൻ്റെ ഫ്രണ്ട് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എന്നാൽ പുതിയ പുതിയ നല്ല വീഡിയോസും കുറേ ട്രാവൽ വീഡിയോസും പിന്നെ അസുഖങ്ങളുടെ വീഡിയോസും മരുന്നിൻ്റെ വീഡിയോസും എല്ലാം ഇടും. ഒരു മിക്സാണ് ഈ സാധനം. അപ്പം കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇപ്പം അതിൻ്റെ ഫ്രണ്ടേജ് ഒന്നുകൂടെ കാണിക്കുകയാണ്. നല്ല വ്യൂ കേട്ടോ, രസമുണ്ട്. വെടിയിലോട്ടൊക്കെ നോക്കാനും കൊള്ളാം. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.